ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC കഴിഞ്ഞ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആശ്വാസ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, വാല്യുവേഷൻ ക്യാമ്പ് നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലെ 10 വിഷയങ്ങൾ നിങ്ങൾ പലതരത്തിലാണ് എഴുതിയത്. ഒരാളോടും നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട, എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ എങ്ങനെയാണ് എഴുതിയത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഞാനും 10ാം ക്ലാസ്സിലെ മാത്സ് പരീക്ഷ ടഫായിരുന്നിട്ടും വീട്ടിലും കൂട്ടുകാരോടും എല്ലാം പറഞ്ഞത് മാത്സ് പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തെറ്റിപ്പോയൊരു വിഷയമുണ്ടായിരുന്നു. ആ വിഷയം തെറ്റിപ്പോയത് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുണ്ടാവുക. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് പരീക്ഷാ ഹാളിൽ എഴുതിയിരുന്നത് എന്ന്. അതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്കറിയേണ്ടത് വാല്യുവേഷൻ ക്യാമ്പിൽ എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വാല്യുവേഷൻ ക്യാമ്പ് വർക്ക് ചെയ്തിട്ടില്ല. വിഷു പ്രമാണിച്ചും ശനിയും ഞായറൊക്കെ അല്ലായിരുന്നോ. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ക്യാമ്പിൽ 50% കുട്ടികളുടെ പേപ്പറുകൾ ഇതോടകം നോക്കിക്കഴിഞ്ഞു. അതായത് നിങ്ങൾ എഴുതിയ വിഷയങ്ങളുടെ പകുതിയോളം പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് ചില വിഷയങ്ങളിൽ A+ ആയിരിക്കാം, A ഗ്രേഡ് ആയിരിക്കാം, B+ ആയിരിക്കാം, B ആയിരിക്കാം. ഏത് ഗ്രേഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വരുന്ന ഏപ്രിൽ 20-25 മാക്സിമം 25 വാല്യുവേഷൻ ക്യാമ്പ് അവസാനിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയ് 8 മുമ്പേ റിസൾട്ട് വരും. കാരണം കഴിഞ്ഞ വർഷം മെയ് 8 റിസൾട്ട് വന്നത്. സോ ഈ വർഷം അതിനേക്കാൾ സ്പീഡിൽ പരീക്ഷകൾ കഴിഞ്ഞു, അതിനേക്കാൾ മുന്നേ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആയതിനാൽ ഈ വർഷം റിസൾട്ടും നേരത്തെ വരണം. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം 50% പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞു. നല്ല രീതിയിലാണ് ടീച്ചേഴ്സ് പേപ്പറുകളെക്കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കുട്ടികൾക്ക് മാർക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, കാര്യം ഈ കേരളത്തിൽ ഒരുപാട് ക്യാമ്പുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഏത് ക്യാമ്പിലാണ് ചോദിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം, ടീച്ചേഴ്സ് പറഞ്ഞ ആ ഒരു അൺഒഫീഷ്യൽ വേർഡ്സ് പ്രകാരം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് ഒരു കുട്ടി ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ പേപ്പറിൽ അവൾക്ക് എന്ത് നൽകാൻ കഴിയുമോ അത് നൽകിയിരിക്കും. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതായത് നിങ്ങളുടെ പേപ്പറിൽ എങ്ങനെ മാർക്ക് കുറയ്ക്കാം എന്ന ചിന്തയിലൂടെയല്ല വാല്യുവേഷൻ നടക്കുന്നത്, എങ്ങനെ കുട്ടിക്ക് മാർക്ക് നൽകാം എന്ന രീതിയിൽ തന്നെയാണ് വാല്യുവേഷൻ നടക്കുന്നത്. അതും അർഹിച്ച മാർക്ക് മാത്രം. അല്ലാതെ ഒരു എന്താ പറയുക, പാരഗ്രാഫ് അങ്ങനെ ആക്കി മാർക്ക് ഇടുക എന്നല്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. കാര്യം നല്ല രീതിയിൽ എഴുതിയിട്ട് ടെൻഷൻ അടിക്കുന്ന കുട്ടികളെ ഞാൻ ഇന്നും കൂടി കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, എന്നോട് പറയാണ്, സാറേ പാരഗ്രാഫ് ആക്കാൻ മറന്നുപോയി, മാർക്ക് കുറയോ. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ പേപ്പർ അത് വൃത്തിയിലല്ല കാര്യം. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് ആൻസറിനോടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപകർ കുട്ടിയുടെ പക്ഷത്ത് കൂടി ചിന്തിച്ചുകൊണ്ടാണ് മാർക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു റിസൾട്ട് കാത്തിരിക്കുക. തീർച്ചയായിട്ടും കൂടുതൽ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.